പിതൃസ്ഥാനം വഹിച്ചിരുന്നത് ദക്ഷനായിരുന്നുവല്ലോ. ആ ദക്ഷന്റെ യാഗം മുടങ്ങാനുണ്ടായ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഈ പാർവതി ദേവിയുടെ പൂർവജന്മ കഥ ഇവിടെയാണ് ബ്രഹ്മപുരാണം പറഞ്ഞിരിക്കുന്നത്. ശിവപുരാണത്തിലാണെങ്കിൽ ദക്ഷയാഗം കഥ പറഞ്ഞതിന് ശേഷമാണ് പാർവതി ദേവിയുടെ ജന്മകഥ പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിലാണെങ്കിൽ സർഗം എന്ന ലക്ഷണത്തോടു കൂടിയതായ കഥകൾ വിശദീകരിച്ച് വിസർഗ ലക്ഷണോപേതമായിരിക്കുന്ന ദക്ഷ വംശാനുചരിതം പറയാൻ വേണ്ടിയാണ് ദക്ഷയാഗം കഥ പറഞ്ഞത്. പക്ഷെ അവിടെ ഭാഗവതത്തിന്റെ ഉദ്ദേശം വിഷ്ണുവും ശിവനും ബ്രഹ്മാവും ഒന്ന് തന്നെ എന്ന അദ്വൈത തത്വത്തെ ബോധ്യപ്പെടുത്തി തരിക എന്നതായിരുന്നു. ദക്ഷയാഗം കഥ നമ്മൾ ഇവിടെ വിസ്തരിച്ച് പറഞ്ഞു. പക്ഷെ അതിൽ പറയാൻ ബാക്കി വെച്ച ഒരു കഥ, അത് ശിവപുരാണത്തിൽ വർണ്ണിച്ച കഥയാണെങ്കിലും ഈ ബ്രഹ്മപുരാണത്തിലെ ആ കഥാസന്ദർഭത്തോട് ചേർത്ത് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് അത് നീക്കിവെച്ചത്. ആ കഥ വേറൊന്നുമല്ല. ദക്ഷയാഗത്തിന് വേണ്ടി ദക്ഷൻ സംഭാരങ്ങൾ ഒരുക്കി ദേവന്മാരെയൊക്കെ ക്ഷണിച്ച സമയത്ത് രുദ്രനെ മാത്രം ക്ഷണിക്കാതിരുന്ന സമയത്ത് ആ യാഗശാലയിലേക്ക് ദധീചി മഹർഷി കടന്നു വരുന്നു. ദധീചി മഹർഷി എത്തിയപ്പോൾ കണ്ടത് രുദ്രന് ഭാഗമില്ല. ദധീചി മഹർഷിക്ക് ദേഷ്യം വന്നു. ദധീചി മഹർഷി ദക്ഷനോട് പറഞ്ഞു, ഹേ ദക്ഷ പ്രജാപതേ, നിന്റെ ഈ യാഗം ഒരിക്കലും പൂർണ്ണമാവുകയില്ല. പ്രണവപ്പൊരുളായിരിക്കുന്ന സാക്ഷാൽ മഹാദേവനെ നിന്ദിച്ചുകൊണ്ട് എന്നാണ്, ഏത് പൂജയാണ് സഫലമായിട്ടുള്ളത്? ഇതിന്റെ ദോഷം നിനക്ക് മാത്രമല്ല, ഈ യാഗത്തിൽ പങ്കെടുക്കുന്നവരായി ഈ ദേവതകൾക്കും ഈ സഭയിലുള്ളവരായിരിക്കുന്ന സകലർക്കും ഒരുപോലെ ബാധിക്കും. അപ്പോൾ ദക്ഷൻ പറഞ്ഞു, ഹേ ദധീചി മഹർഷേ, ഒരു യാഗം ചെയ്യുമ്പോൾ അവിടെ ആരൊക്കെ ദേവതകളാകണം എന്ന് നിശ്ചയിക്കാനുള്ളതായ അധികാരം യജമാനനായി എനിക്കുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അങ്ങ് ഇങ്ങനെ കോപിക്കുന്നത്? ദധീചി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യാഗത്തിൽ ഉപാസ്യ ദേവതകൾ ആരൊക്കെ ആയിരിക്കണം എന്നത് ഈ പ്രപഞ്ചം ആവിർഭവിച്ച സമയത്ത് തന്നെ ആ ക്രിയായോഗത്തിന്റെ തത്വമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പ്രപഞ്ചത്തിന്റെ മൂലകാരണം തന്നെ അതാണ്, സൃഷ്ടി സ്ഥിതി സംഹാരം. അത് മൂന്നും ചെയ്യുന്നതും സാക്ഷാൽ മഹാദേവൻ തന്നെ. ആ മഹാദേവന്റെ കർമ്മം ചെയ്യുവാൻ വേണ്ടിയുള്ള രൂപങ്ങളാണ് ബ്രഹ്മാവ്, വിഷ്ണു എന്ന കാര്യം അങ്ങ് മറന്നുപോയി. മാത്രമല്ല, ഇവിടെ വന്നു ചേർന്നിരിക്കുന്നതായ ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, വായു, അശ്വിനി ദേവകൾ, വിശ്വദേവകൾ മുതലായിരിക്കുന്ന സകലവിധ ദേവതകളും ഏതൊരു ഭഗവാന്റെ ഇച്ഛയാലാണോ സ്വന്തം കർമ്മങ്ങളിൽ വ്യാപൃതരാവുന്നത്, ആ ഭഗവാനാണ് ശ്രീരുദ്രൻ എന്ന കാര്യം അങ്ങ് എന്തുകൊണ്ട് മറന്നുപോയി? അങ്ങനെയുള്ള രുദ്രനെ ആരാധിക്കാതെ ഏത് ക്രിയായോഗം ലക്ഷ്യം പ്രാപിക്കും? അതുകൊണ്ട് ഹേ ദക്ഷ പ്രജാപതി, ഇനിയെങ്കിലും മനസ്സിലുള്ളതായ കേവലമായിരിക്കുന്ന ബുദ്ധിയിൽ നിന്ന് ജനിച്ച ഈ വൈരഭാവമൊക്കെ ഉപേക്ഷിച്ച് സാക്ഷാൽ ശ്രീരുദ്രനെ ശരണം പ്രാപിക്കൂ. അല്ലെങ്കിൽ ഇവിടെ ഈ യാഗം അപൂർണമാകും, അങ്ങേക്കും അപകടം സംഭവിക്കും. ശിവകോപത്താൽ ലോകത്തിന് മുഴുവൻ ഈ മഹായാഗത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ക്രിയായോഗം ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ഭാവത്തിൽ വേണം എന്ന ആ മഹത്തരമായ ഒരു സങ്കല്പത്തെ കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ദധീചിയുടെ വാക്കുകൾ. ഈ ദധീചി ദക്ഷ സംവാദം വളരെ വിശദമായി ശിവപുരാണത്തിലും വർണ്ണിക്കുന്നുണ്ട്, ബ്രഹ്മപുരാണത്തിലും വർണ്ണിക്കുന്നുണ്ട്, വായുപുരാണത്തിലും വർണ്ണിക്കുന്നുണ്ട്, ലിംഗപുരാണത്തിലും വർണ്ണിക്കുന്നുണ്ട്. മഹാഭാരത ഇതിഹാസത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ദധീചി മഹർഷി യാഗശാലയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദക്ഷയാഗം തുടർന്നു. പിന്നെയാണ് നമ്മൾ വിശദമായി കേട്ട സതീദേവിയുടെ കഥകളൊക്കെ സംഭവിച്ചത്.
സതീദേവി യാഗത്തിന് വന്നു. രുദ്രഭാഗമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സതീദേവി കോപിച്ച് ദക്ഷനെ ശപിച്ചു. ഹേ ദക്ഷ പ്രജാപതേ, യജമാനനായി നിന്റെ ശിരസി യാഗത്തിൽ ഹോമിക്കപ്പെടട്ടെ എന്നാണ് ശാപം. എന്നിട്ട് സതീദേവി ചമ്രം പടിഞ്ഞിരുന്ന ആഗ്നേയി എന്ന യോഗധാരണയാൽ തൻ്റെ ആ ദിവ്യ ശരീരത്തിലെ ഓരോ സുഷിരങ്ങളിൽ നിന്നും അഗ്നിയെ വായുവിൻ്റെ സഹായത്താൽ പ്രോജ്വലിപ്പിച്ച് ആ ശരീരം ദഹിപ്പിച്ചു കളഞ്ഞു. അഗ്നിവായു ശബ്ദങ്ങളൊക്കെ പുരാണത്തിൽ വ്യവഹരിക്കുമ്പോൾ അതിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം വർണ്ണനകളിലെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കഥയെ വിശേഷിപ്പിക്കുന്ന ചില വാക്കുകൾക്കുള്ളിൽ പരതണം. അപ്പോഴേ അതിൻ്റെ ദർശനങ്ങളൊക്കെ മനസ്സിലാക്കും. അങ്ങനെ ഓരോന്നും വിശദീകരിച്ച് ഈ പുരാണം കേൾക്കണമെങ്കിൽ എത്ര കാലം എടുക്കുമെന്ന് ആലോചിച്ചു. അപ്പോൾ ആഗ്നേയി എന്ന യോഗധാരണ എന്താണെന്ന് പറയേണ്ടി വരും. അഗ്നി, വായു, ഇവയെ എങ്ങനെയാണ് യോഗശക്തിയാൽ സംയോജിപ്പിച്ച് അഗ്നിയെ പ്രോജ്വലിപ്പിക്കുന്നത് എന്നും ഒക്കെ മനസ്സിലാക്കി എടുക്കുമ്പോൾ നമ്മൾ പുരാണങ്ങളിൽ പറയുന്നതായ ഈ യോഗശക്തിയാൽ ഋഷീശ്വരന്മാർ ചെയ്തതായ അനവധി അത്ഭുത കൃത്യങ്ങളുടെ ശരിയായിരിക്കുന്ന അർത്ഥങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. അതെങ്ങനെ അവർക്ക് ചെയ്യാൻ സാധിക്കും, അതിലെന്തെങ്കിലും തരത്തിലുള്ളതായ യുക്തി ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് നമുക്ക് ഈ പുരാണങ്ങളിലെ വാക്കുകളുടെ പ്രത്യേക അർത്ഥങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് പോയി കഴിഞ്ഞാൽ ഈ യുക്തിയൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ നോക്കുമ്പോൾ അസംഭവ്യമായത് ഈ ലോകത്തൊന്നുമില്ല. മനുഷ്യ ബുദ്ധി കൊണ്ട് നോക്കിക്കാണുന്ന പലതിനും മനുഷ്യൻ്റെതായ പേരുകൾ ഇട്ടു. മനുഷ്യൻ അതിലൂടെ ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴും പ്രപഞ്ചത്തിന്റെ രഹസ്യം രഹസ്യമായി തന്നെ തുടരുകയും ചെയ്യും. ഇങ്ങനെ സതീദേവി തൻ്റെ ദേഹം ആഗ്നേയി എന്ന യോഗധാരണയാൽ ദഹിപ്പിച്ച സമയത്ത് ഇതറിഞ്ഞ സാക്ഷാൽ മഹാദേവൻ കോപം കൊണ്ട് മഹാദേവനിൽ നിന്നൊരു അവതാരം ഉണ്ടാകുന്നു. ആ അവതാരമാണ് വീരഭദ്രാവതാരം. ആ ഭദ്രമൂർത്തി സകല ഭൂതഗണങ്ങളോടും കൂടി ദക്ഷയാഗശാലയിലെത്തി ആ ദക്ഷയാഗത്തെ മുഴുവൻ മുടിച്ച് ദക്ഷനെ വധിക്കുന്ന രംഗം നമ്മളിവിടെ വിസ്തരിച്ച് കഥയായി കേട്ടു, ശിവപുരാണത്തിലെ കഥ. പക്ഷെ ബ്രഹ്മപുരാണത്തിലേക്ക് എത്തുമ്പോൾ വീരഭദ്രൻ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു, അതേ പ്രാധാന്യത്തോടെ ഭദ്രകാളിയെയും ഭദ്രകാളിയുടെ ഉഗ്രമായിരിക്കുന്നതായ ആ സംഹാര കൃത്യത്തെയും വിസ്തരിക്കുകയാണ് ബ്രഹ്മപുരാണം ചെയ്യുന്നത്. അപ്പൊ ദക്ഷയാഗം കഥ കുറച്ചുകൂടി ഉഗ്രമായ രീതിയിലാണ് ആ ദക്ഷയാഗം മുടിക്കുന്ന രംഗം ബ്രഹ്മപുരാണത്തിൽ വർണ്ണിക്കുന്നത്. ബ്രഹ്മപുരാണത്തിലെ ചില ശ്ലോകങ്ങളൊക്കെ മനോഹരമായിരിക്കുന്ന കാവ്യങ്ങളായി പരിണമിക്കുന്നുണ്ട്.
പുരാണമായിരിക്കുന്ന ബ്രഹ്മപുരാണത്തിലെ വിവരണങ്ങളിലുള്ള ഈ കാവ്യാത്മകത സംസ്കൃത ഭാഷയിൽ ഉണ്ടായിട്ടുള്ള മഹാകാവ്യങ്ങളെയും മഹാകവികളുടെ സങ്കല്പങ്ങളെയും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിലൊരു സന്ദേഹവുമില്ല. പ്രത്യേകിച്ച് കാളിദാസൻ. കുമാരസംഭവം മുതലായിരിക്കുന്ന കാളിദാസന്റെ കാവ്യങ്ങളിൽ, എന്തിന് മേഘദൂതമെന്ന പ്രണയകാവ്യമായ ഖണ്ഡകാവ്യത്തിൽ പോലും ഈ ശൈവമായിരിക്കുന്ന ചില സങ്കല്പങ്ങൾ അലങ്കാരങ്ങളായി വന്നു ചേരുന്നുണ്ട്. സുബ്രഹ്മണ്യൻ എന്നതായ ആ ദേവതാ സങ്കല്പമൊക്കെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നുണ്ട് കാളിദാസൻ. ഭാരവി, ഭവഭൂതി, ദണ്ഡി, മാഖൻ, അങ്ങനെ അവരൊക്കെ രചിച്ചതായ കാവ്യങ്ങളിലേക്ക് ഈ പുരാണത്തിലെ വളരെ സൂക്ഷ്മമായിരിക്കുന്ന ചില ബിംബങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അത് ഈ പുരാണങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ സംസ്കൃത കാവ്യലോകത്തെ നന്നായി ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ഈ പുരാണങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്നുകൂടി പറയേണ്ടി വരും. ഇങ്ങനെ ഭദ്രകാളിയും വീരഭദ്രനും ചേർന്ന് ദക്ഷയാഗം മുഴുവൻ മുടിച്ചു കഴിഞ്ഞു. പിന്നീട് ആ ദക്ഷയാഗത്തിന്റെ തുടർച്ചയായ കഥ ശിവപുരാണത്തിൽ എന്തുകൊണ്ടാണ് ആ ദക്ഷയാഗത്തിൽ വന്നു ചേർന്നതായ വീരഭദ്രൻ ഉഗ്രതാണ്ഡവമാടുന്ന സമയത്ത് ദേവന്മാര് വീരഭദ്രനുമായി യുദ്ധം ചെയ്തു. ആ യുദ്ധമുണ്ടായപ്പോൾ മഹാവിഷ്ണു വീരഭദ്രനോട് ഏറ്റുമുട്ടി. ഉഗ്രമായിരിക്കുന്ന ആ യുദ്ധത്തിൽ മഹാവിഷ്ണു സുദർശന ചക്രം പ്രയോഗിച്ചപ്പോൾ ആ സുദർശന ചക്രത്തിന്റെ ശക്തി പോലും നിഷ്പ്രഭമായി പോയി വീരഭദ്രന്റെ മുമ്പിൽ എന്ന് വർണ്ണിക്കുന്നുണ്ട്. അപ്പോഴാണ് ശിവപുരാണത്തിൽ ചോദിക്കുന്നത്, ഇതെങ്ങനെ സംഭവിച്ചു? വിഷ്ണുവിന്റെ സുദർശന ചക്രത്തെ പോലും ഈ വീരഭദ്രന് സംഹരിക്കാൻ സാധിച്ചത് എങ്ങനെയാണ്? അതിന്റെ കാരണം എന്താണ്? വിഷ്ണു എന്തുകൊണ്ട് വീരഭദ്രന്റെ മുമ്പിൽ പരാജയം സമ്മതിച്ചു? അപ്പോൾ ശിവപുരാണം പറയുകയാണ്, അതറിയണമെങ്കിൽ ദധീജിയുടെ കഥ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദധീജിയുടെ കഥയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ശിവപുരാണം. ദധീജി ക്ഷുവ മഹാരാജാവിന്റെ ആചാര്യസ്ഥാനം വഹിച്ചിരുന്ന കാലം. ക്ഷുവൻ വിഷ്ണുഭക്തനാണ്, ദധീജി ശിവഭക്തനാണ്. ഒരിക്കൽ സദസ്സിൽ വെച്ച്, രാജസദസ്സിൽ വെച്ച് അവര് തമ്മിൽ ഒരു തർക്കമുണ്ടായി. ബ്രാഹ്മണനാണോ ശ്രേഷ്ഠൻ, ക്ഷത്രിയനാണോ ശ്രേഷ്ഠൻ? തർക്കം അതായിരുന്നില്ല. ആചാര്യസ്ഥാനത്തിരിക്കുന്ന ഗുരുവാണോ ശ്രേഷ്ഠൻ, ശിഷ്യനാണോ ശ്രേഷ്ഠൻ എന്നതായിരുന്നു യഥാർത്ഥത്തിൽ തർക്കം വർണ്ണിച്ച് വ്യാഖ്യാതാക്കളൊക്കെ കൂടിയിട്ട് അത് ബ്രാഹ്മണനാണോ ശ്രേഷ്ഠൻ, ക്ഷത്രിയനാണോ ശ്രേഷ്ഠൻ എന്നാക്കി തീർന്നു. ബ്രാഹ്മണ ക്ഷത്രിയ പദങ്ങൾ ഈ രണ്ട് സ്ഥാനങ്ങളെ സൂചിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കഥ വർണ്ണിക്കാൻ. ഇപ്പൊ രാജാവ് പറഞ്ഞു, ഞാൻ രാജാവല്ലേ, രാജാവിന്റെ കീഴിലല്ലേ രാജ്യത്തിലെ സകല പ്രജകളും. ഇപ്പൊ രാജഗുരുവായാലും രാജാവിനെ ആശ്രയിച്ചല്ലേ ജീവിക്കുന്നത് എന്നാണ് ക്ഷുവൻ ചോദിക്കുന്നത്. പക്ഷേ രാജഗുരു പറയുന്നത് അങ്ങനെയല്ലല്ലോ. അങ്ങൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച് ജനിച്ചപ്പോ തന്നെ രാജാവായി ജനിച്ചു വീണതല്ലല്ലോ. അങ്ങേക്ക് രാജത്വം ലഭിക്കത്തക്ക വിധമുള്ളതായ അനവധി തരത്തിലുള്ള സംസ്കാരക്രിയകൾ ചെയ്ത് അങ്ങേക്ക് ജ്ഞാനം ഉപദേശിച്ച അങ്ങയെ ഈ രൂപത്തിലാക്കി തീർത്തതായ ആചാര്യന്മാര് ശ്രേഷ്ഠരല്ലേ? ഈ തർക്കം മുഴുത്തു. ദേഷ്യം വന്നതായ രാജാവ് ഈ ദധീജി മഹർഷിയെ മുഖത്തടിച്ചു. ദധീജി മഹർഷിയെ മുഖത്തടിച്ചു കഴിഞ്ഞപ്പോ ദധീജി മഹർഷിക്ക് കോപം വന്നു. ആ സദസ്സിൽ വെച്ച് നേരെ രാജാവിന്റെ ശിരസിൽ ഒരു ചവിട്ട് കൊടുത്തു.
ചാടി ചവിട്ടിയിട്ടുണ്ടാവണം. സിംഹാസനത്തിലിരിക്കുന്ന രാജാവിന്റെ ശിരസിൽ ചവിട്ടണമെങ്കിൽ അപ്പൊ എത്ര കോപം വന്നിട്ടുണ്ടാവും. ഇതും അതേ കഥയായി വർണ്ണിച്ചപ്പോൾ ഇങ്ങനെ വർണ്ണിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താ? ആചാര്യനും ശിഷ്യനും തമ്മിലുള്ള ഒരു സംവാദം. ഒരു കാര്യം ആചാര്യൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എത്രയായിട്ട് മനസ്സിലാവാതെ ശിഷ്യൻ വീണ്ടും വീണ്ടും ആചാര്യന്റെ വാക്കുകൾക്ക് തർക്കുത്തരം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആചാര്യന്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന ശിക്ഷ തന്നെയാണ് ശുവരാജാവിന് കിട്ടിയത്. അതങ്ങനെ സ്വീകരിക്കാൻ ശുവൻ തയ്യാറായില്ല. തന്നെ ശാസിക്കാൻ അർഹതയുള്ള ഗുരുനാഥൻ തന്നെ ശിക്ഷിച്ചു എന്ന് ചിന്തിക്കുകയല്ല ശുവരാജാവ് ചെയ്തത്. പകരം എന്നെ ഒരു ബ്രാഹ്മണൻ തല്ലിയിരിക്കുന്നു, ഞാനാരാ? രാജാവാണ് എന്ന ചിന്ത. ഈ കുഴപ്പം ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് അല്ലേ? വിദ്യാലയങ്ങളിലായാലും ചൂരലൊന്നും കയ്യിലെടുക്കാൻ പറ്റാത്ത കാലമാണ്. അഥവാ ഇനി അധ്യാപകരാരെങ്കിലും ശിഷ്യന്മാരെ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് ചെവി പിടിച്ച് തിരിച്ചോ അല്ലെങ്കിൽ ഇത്തിരി കാര്യമായി ശാസിച്ചോ എന്തെങ്കിലും നേരെയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം? പിന്നെ ആ അധ്യാപകൻ അത് ചെയ്തു എന്നല്ല, ആ അധ്യാപകന്റെ ജാതി, അധ്യാപകന്റെ രാഷ്ട്രീയം, ഇതൊക്കെ അവിടെ ചർച്ചാ വിഷയമാണ്. ശിഷ്യനാര്? ശിഷ്യന്റെ ജാതി. അപ്പൊ ഇന്ന ജാതിയിൽപ്പെട്ട അധ്യാപകൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളെ പീഡിപ്പിച്ചു എന്നാവും പിന്നെ കഥയൊക്കെ എന്ന് പറയുന്നത് പോലെയാണ്. ആചാര്യൻ ശിഷ്യൻ എന്ന ഭാവമൊക്കെ മാറി ദധീചിയും ശൂനും തമ്മിൽ. പിന്നെ എന്തായി? ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്നതായ രീതിയായി. ശുഭരാജാവാകട്ടെ കുപിതനായി തീരുകയും ദധീജിയെ വധിക്കണം എന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ച് നേരെ മഹാവിഷ്ണുവിന്റെ അരികത്ത് ചെന്ന് സങ്കടപ്പെട്ടു. മഹാവിഷ്ണു പറഞ്ഞു, അല്ലയോ രാജാവേ, ഇത് സാധ്യമായ ഒരു കാര്യമല്ല. ദധീചി മഹർഷി സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ അംശമാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കും. അപ്പൊ രാജാവ് പറഞ്ഞു, രാജാവാര യാ സൃഷ്ടു സൃഷ്ടു രാജ്യാവഹതി വിധിഹുതം യാ കവിർയാ ചഹോത്രീ. കാളിദാസൻ ശാകുന്തളത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് രാജാവ് ആരാണെന്ന്. അഷ്ടദിക്പാലകന്മാരുടെ ശക്തിയോട് കൂടിയവനാണ്. ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, വായു മുതലായിരിക്കുന്ന അഷ്ടദിക്പാലകന്മാരുടെയും അംശത്തോടു കൂടിയവനാണ് രാജാവ്. അപ്പൊ ഈ ദേവതാശക്തികളൊക്കെ രാജാവിൽ ഉൾച്ചേർന്നിരിക്കുന്നു. അങ്ങനെയുള്ള രാജാവിനോട് ധിക്കാരമായി പെരുമാറിയില്ലേ ദധീചി? വിഷ്ണുവിനോട് പരാതി പറഞ്ഞിട്ടും വിഷ്ണു അത് ചെവിക്കൊള്ളുന്നില്ല എന്ന് കണ്ടപ്പോൾ രാജാവ് കൂടുതൽ ഉദ്ധതനായി തീരുകയും നേരെ ദധീചി മഹർഷിയുടെ അരികത്ത് വന്നു. ഇന്ദ്രനെ ധ്യാനിച്ചു. വജ്രായുധം കയ്യിൽ വന്നു. ആ വജ്രായുധത്തിൽ ദധീചി മഹർഷിയെ വധിച്ചു. എന്നിട്ട് വലിയ സന്തോഷമായിട്ട് രാജാവ് കൊട്ടാരത്തിൽ പോയി. ഈ സമയത്ത് ഭൃഗു മഹർഷി ദധീചിയുടെ അരികത്തെത്തുകയും ദധീചിയെ മൃതസഞ്ജീവനി മന്ത്രത്താൽ പുനർജനിപ്പിക്കുകയും എന്നിട്ട് സാക്ഷാത് ശിവനെ ധ്യാനിക്കുവാനായി ഭൃഗു മഹർഷി ഉപദേശിച്ചു. ദധീചി മഹർഷി ശിവനെ ധ്യാനിച്ചു. ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ദധീചിയുടെ തപസ്സിന്റെ മഹത്വം കൊണ്ട് ശിവൻ ദധീചിക്ക് ആരാലും നശിപ്പിക്കാൻ കഴിയാത്തതായ വജ്രാസ്ഥിത്വം അനുഗ്രഹമായി കൊടുത്തു. വജ്രത്തെ പോലെ ശക്തമായിരിക്കുന്ന അസ്ഥി, ബലമുള്ള ശരീരം, ഓജസ്, മൃത്യുഞ്ജയത്വം, ഇവരൊക്കെ വരമായി നൽകി. സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ മരണം ഉണ്ടാവുകയില്ല ദധീചി മഹർഷി. വരം കിട്ടിയ ദധീചി മഹർഷി നേരെ ശുവരാജാവിന്റെ അടുത്തെത്തി. സിംഹാസനത്തിലിരിക്കുന്ന ശുവരാജാവിനെ അവിടെയുള്ള സദസ്സ് കാണക്കെ തന്നെ മുഖത്തടിച്ചു. രാജാവിന് വീണ്ടും വിഷമായി. എന്തായുധത്താലും ഈ ദധീചി മരിക്കില്ല എന്ന് മനസ്സിലായ രാജാവ് വീണ്ടും വിഷ്ണുവിന്റെ അടുത്തെത്തി സങ്കടപ്പെട്ടു. വിഷ്ണു പറഞ്ഞു,
അങ്ങ് യാഗം ചെയ്യുന്ന ആളാണ്, സകല ദേവതകളാലും അങ്ങ് പരിരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അങ്ങ് ഈ പറഞ്ഞ കാര്യം എൻ്റെ ഭക്തനായതുകൊണ്ട് ഞാൻ അനുസരിക്കുന്നു. പക്ഷേ ഒരിക്കലും അങ്ങ് വിജയിക്കുമെന്ന് കരുതണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് വിഷ്ണു യുദ്ധത്തിന് പോയത്. വിഷ്ണു ദധീജിയെ യുദ്ധത്തിന് വിളിച്ചു. അതിഘോരമായി യുദ്ധം നടന്നു. യുദ്ധത്തിൽ മഹാവിഷ്ണു പരാജയപ്പെട്ടു. ഈ സമയത്ത് ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ട് ക്ഷുഭരാജാവിനെയും ദധീജി മഹർഷിയെയും പരസ്പരം സമന്വയിപ്പിച്ചു, സന്ധി ചെയ്യിപ്പിച്ചു. ക്ഷുഭൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി ദധീജി മഹർഷിയുടെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ച് പ്രായശ്ചിത്തം ചെയ്തു. പക്ഷെ ദധീജി ഈ ക്ഷുവനോടൊപ്പം നിന്ന് തന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ച വിഷ്ണുവിനെയും ദേവന്മാരെയൊക്കെ ശപിച്ചു. നിങ്ങളൊക്കെ ശിവമഹിമ എന്താണെന്ന് മനസ്സിലാക്കും, ശിവഭൂതഗണങ്ങളോട് നിങ്ങൾ ഒരിക്കൽ പരാജയപ്പെടും എന്ന് ദധീജി മഹർഷി ശപിച്ചു. ആ ശാപത്തിന്റെ ഫലമായിട്ടാണ് ദക്ഷയാഗ സമയത്ത് വീരഭദ്രന്റെ മുമ്പിൽ വിഷ്ണുവും ഭൂതഗണങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ വീരഭദ്രന്റെ മുമ്പിൽ വിഷ്ണു പരാജയം സമ്മതിച്ച് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകും. ഈശ്വരന്മാർ എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നതും പരസ്പരം പരാജയം സമ്മതിക്കുന്നതും? ഇത് ലോകത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. ധർമ്മം എവിടെയാ അവിടെയേ വിജയമുള്ളൂ. നമ്മൾ ധർമ്മം ചെയ്യാതെ എത്ര ഈശ്വരനെ കൂട്ടുപിടിച്ചാലും ആ ഈശ്വരൻ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുമെങ്കിലും ആ ഈശ്വരൻ ഒരിക്കലും അധർമ്മത്തോടൊപ്പം നിൽക്കുകയില്ല. അധർമ്മത്തിന്റെ ജയം ഈശ്വരീയമല്ല എന്ന തത്വം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തി തരും. ദേവതയെ ആരാധിച്ച ദേവത പ്രത്യക്ഷപ്പെടും. ആ ആരാധന അധർമ്മമാർഗത്തിലൂടെയാണെങ്കിൽ ആ ആരാധന ചെയ്തവർ തന്നെ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അവിടെ ഈശ്വരന് യാതൊരു മമതയും. ഇങ്ങനെ ദക്ഷയാഗത്തിലെ ദധീജി വൃത്താന്തത്തെ പറഞ്ഞു. ഈ ദധീജി മഹർഷി സമാധിയാവുന്നത് ലോകോപകാരം സങ്കല്പിച്ചുകൊണ്ടാണ്. ലോകത്തിനൊരു അപകടം വന്നപ്പോൾ ആ അപകടത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ദധീജി മഹർഷി സമാധിയിൽ വിലയം പ്രാപിക്കുന്നത്. അത് ശ്രീമദ് ഭാഗവതത്തിലും വളരെ മനോഹരമായ ഒരൊറ്റ അധ്യായം കൊണ്ട് പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ 6-ാമത്തെ സ്കന്ധത്തിൽ പോഷണം എന്ന ലീല വർണ്ണിക്കുകയാണ്. ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിങ്ങനെ ഭക്തിയുടെ 9 ഭാവങ്ങളിലൂടെ ഭക്തന്മാരെ ഭഗവാൻ എങ്ങനെയാണ് പോഷിപ്പിക്കുന്നത് എന്ന ആ ലക്ഷണത്തോടുകൂടിയ കഥകൾ പറയുമ്പോഴാണ് അജാമിളോപാഖ്യാനം ദക്ഷന്റെ തപസ്, ഹൈര്യശ്വന്മാരുടെയും ശബളാശ്വന്മാരുടെയും ജനനം, അവർ സൃഷ്ടിക്ക് പുറപ്പെടുന്നത്, വാചക്കൂടത്തെ പറഞ്ഞു കൊടുക്കുന്ന ഈ കഥയൊക്കെ ഞാൻ നിങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നു. തുടർന്ന് വൃത്രാസുരന്റെ കഥ പറയുമ്പോഴാണ് ദധീജിയുടെ ഉപാഖ്യാനം പറയുന്നത്. അത് വായുപുരാണത്തിലും പറയുന്നുണ്ട്. വൃത്രകഥയില്ലാത്ത ഒരു പുരാണമില്ല. ദേവീഭാഗവതത്തിൽ ഭഗവതിയുടെ മാഹാത്മ്യത്തെ വിശദീകരിക്കാനും ആ ഭഗവതിയുടെ ഇച്ഛയാലാണ് മഹാവിഷ്ണു പോലും അനന്തങ്ങളായിരിക്കുന്ന അവതാരങ്ങൾ എടുക്കുന്നത് എന്ന തത്വത്തെ വ്യാഖ്യാനിക്കുവാനുമാണ് വൃത്രാസുര കഥ പറഞ്ഞതെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിൽ വൃത്രാസുര കഥ പറഞ്ഞത് ഭക്തിയുടെ മഹത്വം പറയാനും സ്മരണം എന്നതായ ഭക്തിഭാവം കൊണ്ട് ജന്മാന്തരങ്ങളിലൂടെ പോലും നമുക്ക് മുക്തി ലഭിക്കുന്നു എന്ന തത്വത്തെ വ്യക്തമാക്കാനുമാണ്. അതുകൊണ്ടാണ് ചിത്രകേതു എന്നതായ ഒരു രാജാവായിരുന്നു ഇദ്ദേഹം. വിദ്യാധരനായി മാറിയപ്പോൾ കൈലാസത്തിന് മുകളിലൂടെ സഞ്ചരിച്ച സമയത്ത് ശിവ പാർവതിമാരുടെ ദർശനമുണ്ടായി. അപ്പോൾ സാക്ഷാൽ പാർവതി ദേവിയെ മടിയിൽ വെച്ച് ആത്മതത്വം ഉപദേശിച്ചു കൊടുക്കുന്ന ശിവനെ കണ്ട് നിന്ദാസ്തുതി നടത്തി. അതിന്റെ ഫലമായി വിദ്യാധരന് പാർവതി ദേവിയുടെ ശാപം ലഭിച്ചു. അങ്ങനെയാണ് വൃത്രൻ എന്ന് പറയുന്ന അസുരനായിട്ട് ജനിക്കേണ്ടി വന്നത്. ആ വൃത്രാസുരന്റെ കഥയിലേക്ക് കടക്കുന്നത് വിശ്വരൂപൻ എന്ന് പേരുള്ളതായ ത്വഷ്ടാവിന്റെ പുത്രന്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. ഇത് നമ്മൾ ആദ്യത്തെ ദിവസം സൂചിപ്പിച്ച കഥയാണ്. ദേവന്മാര് വിശ്വരൂപനെ ഗുരുവായി
സ്വീകരിച്ച സമയത്ത് ഈ വിശ്വരൂപന് 3 മുഖമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ത്രിശിരസ് എന്നൊരു പേര് കൂടിയുണ്ട്. ഒരു മുഖം കൊണ്ട് മദ്യം കഴിക്കും, ഇനി ഒരു മുഖം കൊണ്ട് വേദം ചൊല്ലും, ഇനി ഒരു മുഖം കൊണ്ട് ആഹാരം കഴിക്കും. അപ്പൊ തന്നെ അയാളുടെ സ്വഭാവം മനസ്സിലായിരുന്നു. ഭൗതിക തൃഷ്ണകളിലും ആത്മീയ ജ്ഞാനത്തിലും സുഖഭോഗങ്ങളിലും ഒക്കെ ഒരുപോലെ വ്യാപരിച്ചിരുന്ന ഒരാൾ. അദ്ദേഹമാകട്ടെ അസുരപക്ഷപാതിത്വം കൊണ്ട് യജ്ഞഭാഗം വിഭജിച്ച സമയത്ത് അസുരന്മാർക്ക് കൂടി യജ്ഞഭാഗം കൊടുത്തു. ഇതിൽ കുപിതനായി ഇന്ദ്രൻ വിശ്വരൂപനെ വധിച്ചു. ശിരസ് വേർപെട്ടെങ്കിലും 3 ശിരസ് ഒന്നിച്ചു ചേർന്ന് നിന്നത് കൊണ്ട് അതിൽ തേജസ് നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കി ഇന്ദ്രൻ 3 ശിരസും ഒരു തച്ചനെ കൊണ്ട് വേറെ വേറെയാക്കി. അപ്പോൾ ആഹാരം കഴിക്കുന്ന മുഖത്ത് നിന്ന് തിത്തിരി പക്ഷികളുണ്ടായി, മദ്യം കഴിക്കുന്ന മുഖത്ത് നിന്ന് കലവിക പക്ഷികളുണ്ടായി, വേദം ജപിക്കുന്ന മുഖത്ത് നിന്ന് കവിഞ്ചര പക്ഷികളുണ്ടായി. ഇന്ദ്രനെ ബ്രഹ്മഹത്യ പിടികൂടി. ആ ബ്രഹ്മഹത്യ ഇന്ദ്രൻ 4 വിഭജിച്ച വൃക്ഷം, ഭൂമി, വെള്ളം, സ്ത്രീ എന്നിവർക്ക് കൊടുത്തു. അവർക്ക് അനുഗ്രഹവും കൊടുത്തു. ആ ബ്രഹ്മഹത്യയുടെ ഫലമായിട്ടാണ് വൃക്ഷം മുറിക്കുമ്പോൾ അതിൽ കറ വരുന്നത്. അനുഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് മുറിച്ചാലും പൊട്ടി മുളയ്ക്കുന്നത്. ജലം വറ്റിപ്പോകുന്നത് ബ്രഹ്മഹത്യയുടെ ഫലമായിട്ടാണ്. വറ്റിയാലും കിനിഞ്ഞ് ഉണ്ടാവുന്നത് അനുഗ്രഹത്തിന്റെ ഫലമായിട്ടാണ്. ഭൂമിയിൽ കുഴി ഉണ്ടാകുന്നത് ബ്രഹ്മഹത്യയുടെ ഫലം, മണ്ണുകൊണ്ട് പിന്നെയും അത് തൂർന്നു പോകുന്നത് അനുഗ്രഹത്തിന്റെ ഫലം. സ്ത്രീയിൽ ഋതുകാലഘട്ടം ഉണ്ടാവുന്നത് ബ്രഹ്മഹത്യയുടെ ഫലം, അനുഗ്രഹം. ആ ഋതുകാലം കൊണ്ട് അവർക്ക് അമ്മയാകാൻ സാധിക്കുന്നു. പ്രപഞ്ച സൃഷ്ടിയുടെ ഒരു ഭാഗമായി മാറുന്നു സ്ത്രീകൾ. വിശ്വരൂപൻ മരിച്ചപ്പോൾ വിശ്വരൂപന്റെ അച്ഛനായ തൊഷ്ടാവ് ഇന്ദ്രനാണല്ലോ തന്റെ പുത്രനെ വധിച്ചത് എന്നതായ പ്രതികാര ബുദ്ധിയോടുകൂടി ഒരു യജ്ഞം നടത്തി. ആ യജ്ഞത്തിൽ നിന്ന് ഇന്ദ്രശത്രോർവിവർദ്ധസ്വ എന്നിങ്ങനെ മന്ത്രമുച്ചരിച്ചപ്പോൾ സ്വരം പിഴച്ചു. ഇന്ദ്രനെ കൊല്ലാൻ കഴിവുള്ള ഒരു ശത്രു ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ മന്ത്രം ചൊല്ലിയതെങ്കിലും മന്ത്രത്തിലെ സ്വരം പിഴച്ചത് കൊണ്ട് ഇന്ദ്രന്റെ കൈ കൊണ്ട് മരിക്കുന്ന ഒരു ശത്രു ഉണ്ടാകട്ടെ എന്നായി പോയി. അങ്ങനെ ജനിച്ചവനാണ് വൃത്രൻ. വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നവൻ എന്നാണ് വൃത്രപദത്തിന്റെ അർത്ഥം. ആ വൃത്രൻ വായും പിളർത്തി ദേവലോകത്തെ മുഴുവൻ വിഴുങ്ങാനായിട്ട് പുറപ്പെട്ട സമയത്ത് ദേവന്മാരൊക്കെ യുദ്ധത്തിന് വന്ന് അതിഘോരമായിരിക്കുന്ന യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ദ്രനെ നോക്കി വൃത്രൻ കോപിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഗുരുഖാദിയാണ്, ഭ്രാതൃഹന്താവാണ്. അങ്ങനെയുള്ള ദേവേന്ദ്ര, നിന്നെ ഞാനിപ്പോൾ എൻ്റെ ഈ കുന്തമുലയിൽ ഞാൻ കോർക്കും. നിന്റെ ഒപ്പമുള്ളവരായ ദേവന്മാർക്ക് നിന്റെ ശേഷശരീരം പോലും ലഭിക്കാത്ത വിധം ഞാൻ അതിനെ കഴുകുകൾക്കും കുറുനരികൾക്കും ഇട്ടുകൊടുക്കും ഈ കുന്തത്താൽ കോർത്ത് എന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുന്ന സമയത്താണ് അറിയാതെ കണ്ട് ഇന്ദ്രനെ ഇന്ദ്രന്റെ പര്യായ പദം കൊണ്ട് വിളിച്ചു, ഹരേ എന്നൊരു ശബ്ദം. കാരണം ഇന്ദ്രന്റെ കയ്യിലുള്ള വജ്രായുധം അത് ഹരിയുടെ ശക്തിയാൽ നിർമ്മിതമാണ്. ഹരി കൂടി ഉൾച്ചേർന്നതാണ്. ഹരി എന്ന ശബ്ദം ഉച്ചരിച്ച മാത്രയിൽ തന്നെ സ്മരണം എന്ന് പറയുന്ന പോഷക ഭാവം കൊണ്ട് ഭഗവാൻ ആ വൃത്രനിൽ മുജ്ജന്മ സ്മരണയുണർത്തി. മുജ്ജന്മത്തിലെ ഭക്തിഭാവങ്ങളെല്ലാം വൃത്രനിൽ വന്നു ചേർന്നു. പിന്നീട് വൃത്രന്റെ ഈ വാഗ്വാദം മുഴുവൻ സ്തുതിയായി മാറുകയാണ്. അജാതപക്ഷായിവ മാതരം ഖഗാ. മനോഹരമായ ശ്ലോകമാണ് ഭാഗവതത്തിൽ. ചിറക് മുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ തള്ളപ്പക്ഷി വായിലൊതുക്കി കൊണ്ടുവരുന്ന ആഹാരത്തിന് വേണ്ടി വായിൽ പിളർന്ന് കൂട്ടിൽ കാത്തിരിക്കുന്നത് പോലെ എന്റെ മനസ്സ് അരവിന്ദാക്ഷന്റെ പാദാരവിന്ദങ്ങളിലേക്ക് ലയിച്ചു ചേരാൻ കൊതിക്കുന്നു എന്നാണ്. പശുക്കുട്ടികൾ തള്ളപ്പയ്യന്റെ അകിട്ടിലേക്ക് പാല് മുത്തി മുത്തി കുടിക്കാൻ ദാഹിച്ച് വലഞ്ഞ് ചാടുന്നത് പോലെ എന്റെ മനസ്സ് ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ പുൽകാൻ കൊതികൊള്ളുന്നു എന്നാണ്. ദൂരദേശത്തേക്ക് പോയതായ ഭർത്താവിനെ കാത്ത് ധർമ്മപത്നി കൊതിയോടുകൂടി
ആ ഭർത്താവിന്റെ വരവും കാത്ത് ഇരിക്കുന്നത് പോലെ എൻ്റെ മനസ്സ് ഭഗവാനിലേക്ക് വിലയം പ്രാപിക്കാൻ കൊതിക്കുന്നു എന്ന്. നാഗപൃഷ്ഠം, എനിക്ക് ദേവലോകത്തിലെ പദവി വേണ്ട, എനിക്ക് ദീപങ്ങളുടെ അധിപതിയാവണ്ട, ലോകാധിപത്യം വേണ്ട, ഒന്നും വേണ്ട. പിന്നെ എന്താ വേണ്ടത്? അല്ലയോ ഭഗവാനെ, അവിടുത്തെ പാതാരവിന്ദങ്ങളെ ഭജിച്ചു നടക്കുന്നവരായിരിക്കുന്ന ഭക്തന്മാർക്ക് ദാസനാക്കി തീർക്കൂ എന്നെ. ദാസാനുദാസോ, ഇതാണ് ഭാഗവതത്തിൽ. അങ്ങനെയുള്ള വൃത്രൻ പിന്നീട് വായും പിളർന്ന് ഇന്ദ്രനെ വിഴുങ്ങി. ആ ഇന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടി ദേവന്മാരൊക്കെ പ്രാർത്ഥിച്ചു, സ്തുതിച്ചു. ആ സമയത്ത് ദേവേന്ദ്രൻ വൃത്രാസുരന്റെ ഉദരത്തിൽ ചെന്ന് ആ ഉദരത്തിൽ കിടക്കുന്ന സമയത്ത് അമൃതം കഴിച്ചത് കൊണ്ട് ദേവേന്ദ്രൻ മരിച്ചില്ല. തന്റെ കയ്യിലെ വജ്രായുധം കൊണ്ട് ഇന്ദ്രന്റെ വൃത്രന്റെ വയറ് പിളർന്ന് ഇന്ദ്രൻ പുറത്തു വരികയാണ് ചെയ്തത്. അങ്ങനെയാണ് വൃത്രാസുര വധം ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. ദേവി ഭാഗവതത്തിൽ വൃത്രാസുരനെ വധിക്കുന്നത് വജ്രായുധത്താൽ സമുദ്രത്തിലെ നീർപ്പോള എടുത്തു. ആ നീർപ്പോളയിലേക്ക് വിഷ്ണു മായാശക്തികൾ ഉൾച്ചേർന്നു. ആ ശക്തി ചൈതന്യം കൊണ്ട് വൃത്രനെ വധിച്ചു എന്ന് ദേവി ഭാഗവതം. എന്തായാലും വധിച്ചത് വജ്രായുധം കൊണ്ടാണല്ലോ. ആ വജ്രായുധത്തിന്റെ കഥയായിട്ടാണ് ദധീചി മഹർഷിയുടെ കഥ പറയുന്നത്. ശിവപുരാണത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം ആ ദധീചി മഹർഷിയുടെ കഥ പറയുമ്പോൾ. ദധീചി മഹർഷിയുടെ അരികത്തേക്ക് ദേവന്മാരെല്ലാവരും വരികയാണ് ആശ്രമത്തിലേക്ക്. ദേവന്മാരെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഘോരനായിരിക്കുന്ന വൃത്രൻ എന്ന അസുരനെ കൊല്ലണമെങ്കിൽ അതിന് യോഗ്യമായിരിക്കുന്ന ഒരു ആയുധം കൊണ്ടേ സാധിക്കൂ. ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ആ ആയുധം നാരായണ കവചം ഉപാസിച്ച് വജ്രതുല്യമായിരിക്കുന്ന ഒരു അസ്ഥി കൊണ്ട് മാത്രമേ സാധിക്കൂ. ഈ വജ്രാസ്തിത്വം ദധീചി മഹർഷിക്ക് ലഭിച്ചത് ശിവകൃപയാലാണ്. ആ മഹത്തരമായിരിക്കുന്നതായ ദധീചിയുടെ അസ്ഥികൾ ലഭിക്കുന്നതിന് വേണ്ടി ദേവന്മാർ വന്ന് ദധീചിയോട് പ്രാർത്ഥിക്കുന്നു. ദധീചി മഹർഷി ദേവന്മാരെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു, ഇത് ലോകത്തിലെ സകല ഭൂതജാലങ്ങൾക്കും അവരവരുടെ പ്രാണനല്ലേ വരുന്നത്. ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് സ്വന്തം പ്രാണനെ വിട്ടുകൊടുക്കുമോ? അപ്പൊ ഇന്ദ്രാദികൾ പറഞ്ഞു, അങ്ങേപോലെയുള്ള യോഗീശ്വരന്മാർക്ക് ശരീരം എന്ന് പറയുന്നത് ലോകോപകാരപ്രദമായി കർമ്മങ്ങളെ അനുഷ്ഠിക്കാനാണ്. ഇപ്പോൾ ലോകത്തിന് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു. ആ ലോകത്തെ രക്ഷിക്കാൻ അങ്ങയുടെ അസ്ഥികൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ദധീചി മഹർഷി പിന്നെ ഒന്നും ആലോചിച്ചില്ല. അപ്പോൾ തന്നെ ധ്യാനനിമഗ്നനായിരുന്നു. സാക്ഷാൽ ശ്രീ പരമശിവനെ ധാരണ ചെയ്തു. ആ ശിവപദത്തിലേക്ക് ദധീചി മഹർഷി തന്റെ പ്രാണനെ ചേർത്ത് നിർത്തി. ആ ദധീചി മഹർഷിയുടെ നട്ടെല്ലെടുത്തിട്ടാണ്, അസ്ഥി എടുത്തിട്ടാണ് ദേവന്മാര് വജ്രായുധം നിർമ്മിക്കുന്നത്. അപ്പൊ ഇന്ദ്രന്റെ കയ്യിൽ വേറെ അതിനു മുമ്പ് വജ്രായുധം ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ അസ്ഥി കൂടി ഉൾച്ചേർത്ത് വജ്രായുധത്തെ ശക്തിപ്പെടുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. മാത്രമല്ല ശ്രീമദ് ഭാഗവതത്തിൽ അത് നാരായണ കവച മന്ത്രത്തിന്റെ മഹത്വത്തെ കൂടി വ്യക്തമാക്കാനാണ്. ഹയശിരസ് എന്നാണ് മന്ത്രത്തെ കുറിച്ച് പറയുന്നത്. അത് വേദത്തിലും പറയുന്നതാണ്. ഈ ഹയശിരോ മന്ത്രത്തെ സ്വായത്തമാക്കിയിട്ടുള്ള ആളും കൂടിയാണ് ഈ ദധീചി മഹർഷി. ഈ ഹയശിരോ മന്ത്രത്താലാണ് അശ്വിനി ദേവകൾ വിശ്രുതരായിരിക്കുന്നതായ ലോകവൈദ്യന്മാരായി മാറിയത്, ദേവവൈദ്യന്മാരായി മാറിയത്. ഇങ്ങനെയൊക്കെയുള്ള കഥകൾ ഒരുപാട്. ശിവപുരാണത്തിൽ ഈ കഥ പറയുന്നത് തുടർന്നുള്ള ചില കാര്യങ്ങൾ നമുക്ക് ബുദ്ധിപ്പെടുത്തി തരാനാണ്. ദധീചി മഹർഷി മരിച്ചപ്പോൾ സമാധിയായത് അദ്ദേഹത്തിന്റെ ശരീരമാകുന്ന ആ പഞ്ചഭൂതാത്മക തത്വം പ്രകൃതിയിൽ വിലീനമാവുകയും ആ അസ്ഥികൾ ദേവന്മാർ കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ ആ ആശ്രമത്തിൽ ദധീചി മഹർഷിയുടെ ധർമ്മപത്നിയായ സുവർച്ചല ബോധരഹിതയായിരുന്നു. സുവർച്ചല ഗർഭിണിയായിരുന്നു. തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ട്. ഈ കുഞ്ഞിനെ കാണാൻ പോലും
തൻ്റെ ഭർത്താവിന് സാധിച്ചില്ലല്ലോ, ഈ ദേവന്മാര് സ്വാർത്ഥം നേടാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കുറെ കരഞ്ഞു. കുപിതയായ സുവർച്ചല ഒരു കല്ലെടുത്ത് തൻ്റെ ഉദരം കീറി ആ കുഞ്ഞിനെ പുറത്തേക്കെടുത്തു. ഗർഭോദകക്ലീനയായ ആ കുഞ്ഞിനെ ഒരു പിപ്പല വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഈ ജഗത്തിന്റെ മുഴുവൻ പരമ്പൊരുളായിരിക്കുന്ന ആ പരംപിതാവ് നിന്നെ പരിരക്ഷിക്കും, നിന്നെ അനുഗ്രഹിക്കും. ആ കുട്ടി ചോദിച്ചു, ഞാൻ വിശക്കുമ്പോ എന്താ കഴിക്കുക? അപ്പൊ പറഞ്ഞു അത്രേ, ഈ വൃക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നതൊക്കെ നിനക്ക് അന്നമായി തീരും. സുവർച്ചന തന്റെ ഭർത്താവിന്റെ ലോകത്തേക്ക് യാത്രയായി. ആ ബാലകൻ പിപ്പല വൃക്ഷത്തിന്റെ ചുവട്ടിൽ വളർന്നു. പിപ്പല വൃക്ഷത്തിലെ ഇലകളും കായ്കളും കഴിച്ച് വളർന്നവനായതുകൊണ്ട് ആ കുട്ടിക്ക് പിപ്പലാദൻ എന്ന പേരുണ്ടായി. ആ കുട്ടിക്ക് 3 കണ്ണുണ്ടായിരുന്നു. സാക്ഷാൽ ശ്രീ പരമശിവന്റെ തന്നെ അവതാരമായിരുന്നു പിപ്പലാവതാരം എന്ന കഥ പറയാനാണ് ശിവപുരാണത്തിൽ ഈ ദക്ഷയാഗം കഥയുടെ തുടർച്ചയായി ദധീചി ഉപാഖ്യാനം വിശദീകരിക്കുന്നത്. വാച്ച് കെട്ടാൻ മറന്നു. ഞാൻ നിങ്ങളെ ഇങ്ങനെ ഇരുത്തിക്കഴിഞ്ഞാൽ ഇനി എനിക്ക് കടക്കാനുള്ള കഥ പൂർണ്ണമാവണമെങ്കിൽ ഏകദേശം 1 മണിക്കൂർ എടുക്കും. അപ്പോൾ ഓരോ കഥയും ഏകദേശം എത്ര നേരം ഉണ്ടാവും എന്നൊക്കെ കണക്ക് കൂട്ടിയാണ് കഥ പറയാൻ തുടങ്ങുന്നതെങ്കിലും ഈ കണക്കിലൊന്നും നിൽക്കുന്നതല്ല പുരാണ കഥകൾ. ദധീചിയുടെ ഈ കഥ പറഞ്ഞതിന് ശേഷം ശിവപുരാണം പിപ്പലാദാവതാര കഥയെ പറഞ്ഞു. പക്ഷെ ബ്രഹ്മപുരാണം ദക്ഷയാഗം കഥയുടെ അവസാന രംഗം വർണ്ണിച്ച് ദക്ഷന്റെ ഒരു സ്തുതി വർണ്ണിക്കുന്നുണ്ട്. വളരെ മനോഹരമായ സ്തുതി, 1300 ശ്ലോകമുള്ള സ്തുതി. ഇതേ സ്തുതി ഞാൻ നിങ്ങൾക്ക് വായുപുരാണത്തിലും ഉണ്ട് എന്ന് പറഞ്ഞ കഥ പറഞ്ഞു തന്നു. വായുപുരാണത്തിലും അത് ദൈർഘ്യമേറിയ സ്തുതിയാണ്, മനോഹരമായ ദക്ഷസ്തുതിയാണ്. ഇങ്ങനെ ദക്ഷസ്തുതി വർണ്ണിച്ചു കഴിഞ്ഞതിന് ശേഷം ബ്രഹ്മപുരാണം വളരെ മനോഹരമായ ഒരു കഥയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതുകൂടി പറഞ്ഞ് പിന്നെ തുടർന്ന് കുറച്ച് കഥകളുണ്ട്, അതൊക്കെ നമുക്ക് നാളത്തേക്ക് വെക്കാം. ബ്രഹ്മവൈവർത്തം പറയാനുണ്ട്, ഇന്നലത്തെ മാർക്കണ്ഡേയ പുരാണം പറയാനുണ്ട്. ഇതൊക്കെ പറയാൻ ഇതിലെയൊക്കെ കഥകളുമായി ബന്ധപ്പെട്ട കഥകളാണ് ഇനി പറയാനുള്ള തുടർച്ച. അതുകൊണ്ടാണ് അത് മാറ്റിവെച്ചത്. മാർക്കണ്ഡേയൻ കണ്ട പ്രളയമാണ് പിന്നെ പറയുന്നത്. നമ്മളത് ഭാഗവതത്തിൽ കേട്ടിട്ടുള്ളതാണ്. മാർക്കണ്ഡേയ മഹർഷി അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഉഗ്രമായിരിക്കുന്ന വേനലുണ്ടായി. പ്രളയം വരേണ്ട സമയമായി. മാർക്കണ്ഡേയന്റെ ഈ തപസ്ഥാനത്ത് സാക്ഷാൽ പാർവതി പരമേശ്വരന്മാര് പ്രത്യക്ഷപ്പെട്ട് മാർക്കണ്ഡേയന് ഉത്തമമായിരിക്കുന്ന ഭക്തിയെ അനുഗ്രഹമായി കൊടുത്തു എന്നാണ് ഭാഗവതം വർണ്ണിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ഭാഗവതത്തിൽ പറയുന്ന കഥ ബ്രഹ്മപുരാണത്തിൽ വിസ്തരിച്ച് പറയുന്നു. പ്രളയം മനോഹരമായി വർണ്ണിച്ചിരിക്കുകയാണ് ബ്രഹ്മപുരാണം. മാർക്കണ്ഡേയ മഹർഷി സാക്ഷാൽ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നു. വിഷ്ണു പ്രത്യക്ഷപ്പെടുന്നു. മായാദർശനം മാർക്കണ്ഡേയന് കൊടുക്കുകയാണ്. ആ മായാദർശനം എങ്ങനെയാ? സർവപ്രപഞ്ചവും സൂക്ഷ്മസമുദ്രത്താൽ ആവൃതമായി. ആ സമുദ്രത്തിന്റെ മധ്യത്തിൽ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ ബാലമുകുന്ദനായി ഭഗവാൻ മാർക്കണ്ഡേയന് ദർശനം കൊടുക്കുന്നു. ആനന്ദാംബുധി മധ്യത്തിൽ ആലിന്നിലയിലങ്ങനെ കാലിൻ വിരൽ നുകർന്നുള്ള ബാലലീല മനോഹരം. ആ ഭാവത്തെ കണ്ട് മാർക്കണ്ഡേയൻ ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് കൈകൾ നീട്ടുന്നതോടെ മായ നീങ്ങി. മാർക്കണ്ഡേയന്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു, അനുഗ്രഹം കൊടുക്കുന്നു.
ചിരഞ്ജീവിത്വം അനുഗ്രഹമായി കൊടുക്കും. ഇങ്ങനെ പ്രളയത്തിൽ കണ്ടതായ മുകുന്ദന്റെ മഹത്വത്തെ പറയാൻ തുടങ്ങുകയാണ് പിന്നീട് ബ്രഹ്മപുരാണം. ഈ മുകുന്ദന്റെ മഹത്വം പറയുന്ന സമയത്താണ് ശ്രീമദ് ഭാഗവതത്തിലെ കൃഷ്ണജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള എല്ലാ കഥകളും വിസ്തൃതമാണ്. വസുദേവർക്ക് 14 പത്നിമാര്. ആ 14 പത്നിമാരിൽ 5 പേർ കുരുവംശത്തിൽ ജനിച്ചവര്: രോഹിണി, മദിര, വൈശാഖി, ഭദ്ര, സുനാമിനി. പിന്നെ 7 പേര്: സഹദേവ, ശാന്തിദേവ, ശ്രീദേവി, ദേവരക്ഷിത, വൃക്കദേവി, ഉപദേവി. അവസാനത്തെ ധർമ്മപത്നിയാണ് ദേവകി. ആ ദേവകിയിലാണ് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിക്കുന്നത്. രോഹിണിയിൽ വസുദേവർക്ക് 8 പുത്രന്മാരും 1 പുത്രിയും ജനിച്ചു. ഇങ്ങനെയാണ് ബ്രഹ്മപുരാണം വർണ്ണിക്കുന്നത്. അത് വസുദേവരുടെ പുത്രന്മാരുടെ പേരുകളും പറയുന്നു. ബലരാമൻ, ശാരണൻ, ശഠൻ, ദുർമദൻ, ദമനൻ, ശുഭ്രൻ, പിണ്ടാരകൻ, ഉശീനരൻ. അവസാനത്തെ പുത്രിയുടെ പേര് ചിത്ര. ആ ചിത്ര തന്നെയാണ് സുഭദ്ര. ആ സുഭദ്രയെ വിവാഹം കഴിച്ചത് പാണ്ഡവരിൽ മധ്യമനായിരിക്കുന്ന അർജുനനാണ്. അർജുനന് സുഭദ്രയിൽ ജനിച്ച പുത്രനാണ് പരീക്ഷിത്ത്. പരീക്ഷിത്തിന്റെ പുത്രനാണ് ജനമേജയൻ. ജനമേജയനാണ് മഹാഭാരത കഥ മുഴുവൻ കേട്ടത്. ബലരാമന് രേവതിയിൽ നിശഠൻ, ഉൽമുഖൻ എന്ന് 2 പുത്രന്മാർ ജനിക്കുന്നു. ഇങ്ങനെ യദുവംശത്തെ വിവരിക്കാൻ തുടങ്ങുകയാണ്. ഇത് തുടക്കത്തിൽ പറയുന്നതായ കൃഷ്ണാവതാരത്തിന്റെ പീഠികയായി പറയുന്ന ഭാഗമാണ്. ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ 9ാമത്തെ സ്കന്ധം അവസാനിക്കുമ്പോൾ ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥകളൊക്കെ പറഞ്ഞ് ക്രോട്ടുവിന്റെ വംശം പറഞ്ഞ് യാദവ വംശത്തിന്റെ കഥ പറയുമ്പോൾ ഇതേ പ്രകാരം വസുദേവ പത്നിമാരും അവർക്കുണ്ടായ പുത്രന്മാരെ, കൃഷ്ണൻ ജനിച്ചത്, ബലരാമൻ ജനിച്ചത്, യദുകുലം അഭിവൃദ്ധി പ്രാപിച്ചത് ഒക്കെ പറഞ്ഞ് ഏറ്റവും ഒടുവിൽ അങ്ങനെ യദുകുലത്തെ ബ്രഹ്മശാപം പിടിപെട്ട് സ്വയം സംഹരിക്കാൻ ഭഗവാൻ തീരുമാനിച്ച് ഭഗവാൻ ഒരു വേടന്റെ കൂരമ്പേറ്റ് ആ കാരണം കൊണ്ട് സ്വധാമത്തിലേക്ക് ഗമിക്കുന്നതിന് മുമ്പ് സ്വഭൃത്യായ ഉദ്ധവന് ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തു. പിന്നീട് സ്വർഗം പോയി എന്ന് പറഞ്ഞ് 9ാമത്തെ സ്കന്ധത്തിൽ കഥ അവസാനിപ്പിച്ചപ്പോൾ ഏകദേശം ആ അവസാനിപ്പിക്കുന്ന കഥയുടെ രൂപമാണ് ഇവിടെ ബ്രഹ്മപുരാണത്തിലും കൃഷ്ണ ചരിതത്തിന്റെ പീഠിക. അപ്പോഴാണ് അവിടെ ഭാഗവതത്തിലെ പരീക്ഷിത്ത് ചോദിക്കുകയാണ്, അയ്യോ ഈ കൃഷ്ണന്റെ കഥ ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചുവോ? ആ ഭഗവാൻ വാസുദേവന്റെ കഥ ആരാണോ കേൾക്കുന്നത്, ആ കഥയെക്കുറിച്ച് ആരാണോ ചോദിക്കുന്നത്, ആരാണോ പറയുന്നത്, ഈ 3 കൂട്ടരെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്ന പുണ്യതീർത്ഥമല്ലേ, അതെനിക്ക് വിസ്തരിച്ച് കേൾക്കണം എന്ന് പരീക്ഷിത്ത് പറഞ്ഞപ്പോൾ ആ കഥ പറയാൻ തുടങ്ങുകയാണ്. അതേ രീതിയിൽ തന്നെയാണ് ബ്രഹ്മപുരാണവും കൃഷ്ണകഥയാകുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഭാഗവതത്തിൽ വിസ്തരിച്ച് 10ാമത്തെ സ്കന്ധത്തിലെ പൂർവാർത്ഥം ഉത്തരാർത്ഥം എന്ന രീതിയിൽ ശ്രീകൃഷ്ണ കഥ വിശദീകരിച്ചതുപോലെ ഒന്നും ബ്രഹ്മപുരാണത്തിൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട. ആ വിശദീകരിച്ച ആ കഥകളുടെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പൂതനാവധം, ചകടാസുരവധം, തൃണാവർത്തമോക്ഷം മുതലായിരിക്കുന്ന എല്ലാ കഥകളും, പിന്നീട് വൃന്ദാവന യാത്രയിലെ കാളിയമർദ്ദനം, ഗോവർദ്ധനോദ്ധാരണം, ധേനുകവധം, അരിഷ്ടവധം, കേശിവധം, അക്രൂരരുടെ ആഗമനം, അക്രൂരർക്ക് വിരാട് സ്വരൂപ ദർശനം കൊടുത്തത്, അനുഗ്രഹം കൊടുത്തത്, പിന്നീട് മധുരാപുരിയിലെത്തുന്നത്, കുവലയാപിയുടെ വധം, ചാണൂര കുട്ടികാദികളെ വധിക്കുന്നത്, കംസനെ വധിക്കുന്നത്, മുജുകുന്ദന് മോക്ഷം കൊടുക്കുന്നത്, രുക്മിണി ദേവി വിവാഹം കഴിക്കുന്നത്, ജരാസന്ധൻ യുദ്ധത്തിന് വരുന്നത്, അതിനുശേഷം പ്രദ്യുമ്നാവതാരം, ശമ്പരാസുരവധം, സ്യമന്തഗോപാഖ്യാനം, അനിരുദ്ധൻ ഉഷയെ വിവാഹം കഴിക്കുന്നത്, ബാണാസുരനുമായിട്ടുള്ള യുദ്ധം, ദന്തവക്രവധം, ശിശുപാലവധം, ജരാസന്ധവധം, രാജസൂയം,
ബലരാമന്റെ തീർത്ഥയാത്ര, ബലരാമൻ യമുനാ നദിയെ ആകർഷിച്ച് കാളിന്തി ആ വൃന്ദാവനത്തിന്റെ മധ്യത്തിലൂടെ ഒഴുകുന്നത്, ദ്വിവിധവധം, പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാൻ ആ ദ്വാരകാപുരിയിൽ വസിച്ച് ചെയ്തതായ അത്യുന്നതങ്ങളായിരിക്കുന്ന ധർമ്മ സംസ്ഥാപന ലീലകളൊക്കെ വർണ്ണിച്ച് ശ്രീമദ് ഭാഗവതത്തിലെ പോലെ യദുകുല സംഹാര കഥയും പറഞ്ഞ് ഭഗവാന്റെ സ്വർഗാരോഹണം പറഞ്ഞ് ഭഗവാന്റെ വംശകീർത്തിയെ കൂടി വിശദീകരിച്ചുകൊണ്ടാണ് ബ്രഹ്മപുരാണം കൃഷ്ണചരിതം അവസാനിപ്പിക്കുന്നത്. ഈ കഥയൊക്കെ നമുക്കൊന്ന് കേൾക്കണം അല്ലേ? വേണ്ടേ? എന്തൊന്നും മിണ്ടാത്തെ? അപ്പൊ നാളെ കേൾക്കാം. ഈ കഥ മാത്രമല്ല, നമ്മളൊരു കഥ പിന്നെയും ഗംഗാദേവി ശിവന്റെ തിരിജടയിൽ എത്തിയിട്ടേ ഉള്ളൂ. സകരന്മാർക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി തിരിജടയിൽ നിന്ന് ഭഗീരഥൻ ആവാഹിച്ചു എന്നാണ് നമ്മൾ കഥ കേട്ടത്. പക്ഷെ തിരിജടയിൽ നിന്ന് ഭഗീരഥൻ ആവാഹിക്കുന്നതിന് മുമ്പ് ഗംഗയെ മറ്റൊരാൾ ആവാഹിച്ചു കൊണ്ടുപോവുകയുണ്ടായി. ആ കഥ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. അത് ഗൗതമന്റെ കഥയാണ്. അത് ഗായത്രി ഉപാഖ്യാനമായിട്ട് ദേവി ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അതേ കഥ വായുപുരാണത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്, അതേ കഥ ലിംഗപുരാണത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്, അതേ കഥ മത്സ്യപുരാണം മുതലായിരിക്കുന്ന പുരാണങ്ങളിലും ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കഥയുടെ വ്യത്യസ്തമായ തലങ്ങളാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഒരു കഥയെ തന്നെ പല ദിക്കുകളിൽ നിന്ന് നോക്കിക്കാണുന്നത് പോലെയാണ് പല പുരാണങ്ങളും വർണ്ണിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കഥ പറയുന്നത് ഒരേ ഒരാളാണ്, കഥ കേൾക്കുന്നതും ഒരേ സദസ്സാണ്, കഥ പറഞ്ഞതും നൈമിശാരണ്യം എന്ന ഒരേ ഇടത്തിൽ വെച്ചാണ്. അപ്പോൾ തുടർച്ചയായ കഥ പറഞ്ഞു പോകുമ്പോൾ മുമ്പ് പറഞ്ഞ കഥയുടെ മറ്റൊരു ഭാഗം വർണ്ണിക്കുമ്പോൾ അവിടെ കേട്ടവർക്കറിയാം ഇതിന് മുമ്പ് പറഞ്ഞത് ഇന്ന കാര്യമാണ് എന്നും ഇപ്പോൾ നമ്മൾ ആ കേൾക്കുന്നത് ആ കാര്യത്തിൻ്റെ ഇന്ന രീതിയിലുള്ള വിവരണമാണെന്നും മനസ്സിലാക്കാനുള്ളതായ കഴിവ് ആ സദസ്സിനുള്ളത് കൊണ്ടാണ് സൂതൻ അതിനെ കൂടുതൽ വിസ്തരിക്കാതെ ഇങ്ങനെ പല ഭാവങ്ങളിൽ ആ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകുന്നത്. എൻ്റെ കഴിവനുസരിച്ച് അത് ഞാനിവിടെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളിൽ സന്തോഷമുണ്ടാക്കി, നിങ്ങളിലേക്ക് അത് എത്രത്തോളം അറിവ് പകർന്നു ഒന്നും എനിക്കറിയില്ല. എങ്കിലും മാരാരിക്കുളത്തപ്പൻ്റെ ഈ ഈശ്വര നിയോഗത്തെ വളരെയധികം ആനന്ദത്തോടു കൂടി സ്വീകരിച്ച് ആഹ്ലാദത്തോടു കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആഹ്ലാദം എന്നും നിലനിൽക്കാൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തുക. നിങ്ങൾക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാനുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാക്കാൻ മാരാരിക്കുളത്തപ്പൻ വഴിയൊരുക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിലൂടെ മാരാരിക്കുളത്തപ്പൻ്റെ പാതാരവിന്ദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. കൈകൾ ശിരസിന് മുകളിൽ തൊഴുതു പിടിക്കുക.